തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അമരൻ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിന് നേരെ പെട്രോൾ ബോംബ് ആക്രമണം. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ അലങ്കാർ തിയേറ്ററിന് നേരെയായിരുന്നു ആക്രമണമുണ്ടായത്. മുസ്ലിങ്ങളെയും കാശ്മീരിനെയും ചിത്രത്തിൽ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന വിവാദത്തിനിടെയാണ് ആക്രമണം നടന്നത്. ബൈക്കിലെത്തിയ രണ്ടുപേരാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. തിയേറ്ററിന് നാശമോ ആളപായമോ ഉണ്ടായിട്ടില്ല. രണ്ടായിരത്തി 2014 കശ്മീരിൽ ഭീകരരെ നേരിടുന്നതിനിടെ വീരമൃത്യു വരിച്ച മേജർ മുകുന്ദ് വരദരാജന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ചിത്രം വിലക്കണമെന്നാവശ്യപ്പെട്ട് കമൽഹാസന്റെ രാജ്കമൽ ഫിലിംസിലേക്ക് SDPI പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. കമൽഹാസന്റെ കോലവും കത്തിച്ചിരുന്നു. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്തായിരുന്നു ഈ സംഭവം? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? സജിത്ത്, കഴിഞ്ഞ ദിവസം പുലർച്ചെ ആണ് രണ്ടുപേർ ബൈക്കിൽ എത്തുകയും ബൈക്കിൽ നിന്ന് ഇറങ്ങിയ ഇവർ 3 കുപ്പി പെട്രോൾ ബോംബ് എറിയുകയും ചെയ്തത്. തിരുനെൽവേലിയിലെ അലങ്കാർ തിയേറ്ററിന് നേരെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ തിയേറ്ററിന് സാരമായ കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആളപായമോ മറ്റ് അപകടങ്ങളോ ഒന്നും തന്നെ ഇല്ല. എങ്കിലും ഇപ്പോൾ ഈ ചിത്രം ഏറെ വിവാദമായിരിക്കുന്ന ഒരു പശ്ചാത്തലം ആണ് ഉള്ളത്. ശിവകാർത്തികേയൻ നായകനായി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത ചിത്രത്തിന് തമിഴ്നാട്ടിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിറഞ്ഞ സദസ്സുകളിൽ ആണ് ഇപ്പോൾ പ്രദർശനം തുടരുകയും ചെയ്യുന്നത്. ഈ ചിത്രം വിലക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് SDPI വലിയ പ്രതിഷേധം ആണ് ഉയർത്തുന്നത്. മുസ്ലിം ജനതയെയും അതോടൊപ്പം തന്നെ കശ്മീരിനെയും അപമാനിക്കുന്നു എന്നുള്ളതാണ് SDPIയുടെ ആരോപണം. അതോടൊപ്പം തന്നെ അതിൽ ചില മുദ്രാവാക്യങ്ങളൊക്കെ, അതായത് 2014 വീരമൃത്യു വരിച്ച മേജർ മുകുന്ദ് വരദരാജന്റെ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചിത്രം ആണ് ഇത്. ഇതിൽ തന്നെ ഈ സേനാ വിഭാഗത്തിന്റെ ഭാഗമായിരിക്കെയൊക്കെ മുഴക്കുന്ന മുദ്രാവാക്യങ്ങൾ അത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങളാണ് എന്നതുൾപ്പെടെ ആണ് SDPI ഉയർത്തി കാണിക്കുന്നത്. എന്നാൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് വെവ്വേറെ റെജിമെന്റുകളിൽ ഉള്ളവർ യുദ്ധമുഖത്തേക്കൊക്കെ പോകുമ്പോൾ ഇത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കാറുണ്ട്. അത് ഏതെങ്കിലും ജാതി മത വിഭാഗങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നല്ല എന്നുള്ളതാണ് സൈനിക വിഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം. എന്തായാലും തമിഴ്നാട് സർക്കാർ ഈ ചിത്രത്തിന് പൂർണ്ണമായി പിന്തുണയാണ് നൽകുന്നത്. ഈ ചിത്രത്തിന്റെ പ്രദർശനം കാണുന്നതിന് വേണ്ടി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ഒക്കെ എത്തുകയും ചെയ്തിരുന്നു. സിനിമാ മേഖലയിൽ നിന്ന് ഉള്ളവർ ഉൾപ്പെടെ വലിയ പിന്തുണ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലും SDPIയുടെ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആണ് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ, അത് കമൽഹാസന്റെ രാജ്കമൽ ഫിലിംസ് ആണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. രാജ്കമൽ ഫിലിംസിന്റെ ചെന്നൈ അൽവാർപേട്ടിലെ ഓഫീസിന് നേരെയും ഒക്കെ പ്രതിഷേധം ഉണ്ടായി. ഒരു ഭാഗത്ത് പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. എന്നാൽ ആക്രമണത്തിന് പിന്നിൽ ആര് എന്നത് വ്യക്തമല്ല. സജിത്.